ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനുള്ളത് ഇളമ്പൽ എബനേസർ ആഡിറ്റോറിയത്തിലാണ്. ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാൻ എത്തിയപ്പോഴേക്കും 12:30 കഴിഞ്ഞു. കാരണം അന്ന് എനിക്കൊരു മരിപ്പുണ്ടായിരുന്നു. ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയിരുന്ന കല്യാണം, അന്നെടുത്ത വീഡിയോ ആണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതിൽ കുറച്ച് വീഡിയോസൊക്കെ മൊബൈലിൽ കിടന്നുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആയിട്ടുണ്ട്. ഇന്നാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഞായറാഴ്ച ആയിരുന്ന കല്യാണം. അന്ന് മരിപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ താമസിച്ചാണ്, ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ കല്യാണത്തിന് എത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് മൊബൈലിൽ കടന്ന് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അപ്പോൾ ഇക്കാടെ കുറച്ച് ഫ്രണ്ട്സ് ശാസ്താംകോട്ടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് തൂക്കുപാലം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തൂക്കുപാലം കാണാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഞാൻ ഇട്ടത്. അപ്പോൾ തൂക്കുപാലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തെന്മല ഡാം കാണണമെന്നായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തെന്മല ഡാം കാണാൻ പോയി. അങ്ങനെ പോകുന്ന വഴി മൊത്തം നമ്മുടെ കുരങ്ങന്മാരാണ്. അപ്പോൾ ആ കടയിൽ ചേട്ടൻ പറഞ്ഞു, എന്നും കടയിൽ നിന്ന് ബന്നും പലഹാരങ്ങളൊക്കെ അടിച്ചു മാറ്റി തിന്നുന്ന കുരങ്ങച്ചന്മാരാണ്. ഇവർ ചായ കുടിക്കാൻ പോകുന്ന സമയത്തൊക്കെ കയറി അവരുടെ ബന്നും പലഹാരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് പോകും. അങ്ങനെ നമ്മുടെ തെന്മല ഡാമിൽ പാസ്സൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ ആ ഷട്ടറിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ നിൽക്കുമ്പോൾ തന്നെ കാണാൻ കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ നടന്ന് സ്റ്റെപ്പൊക്കെ കയറി ചെന്ന് ഒരുപാട് നടക്കണം. ഇപ്പം നമ്മൾ നടന്ന് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മുകളിലെത്തണം. അപ്പോൾ കുറേ പേരൊക്കെ നടന്ന് അവിടെ ഇരുന്നും കിടന്നൊക്കെ ഇതാ കയറി പോവുകയാണ്, കാല് കഴിച്ച്. അപ്പോൾ ആ ഇതിലേക്കൂടെ ഇങ്ങനെ വെള്ളം പാലുപോലെ ഇറങ്ങി വരുന്നത് വെള്ളമുള്ള സമയത്ത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. ഇപ്പോൾ ഉണക്കമായതുകൊണ്ട് വെള്ളം ഇല്ല. ഇനി ഇതിൻ്റെ മുകളിലെത്തണം. നമ്മൾ നടന്ന് ഇതിൻ്റെ മുകളിലെത്തണം. ഇനി കുറച്ചും കൂടെ നടന്ന് മുകളിലോട്ട് കയറാനുണ്ടെങ്കിൽ ഇതാ എല്ലാവരും സ്റ്റെപ്പ് കയറാണ്. കുറേ നടന്ന് ഇനി നമ്മളങ്ങ് മുകളിലെത്തണം. അപ്പോൾ നമ്മൾ നടന്ന് മുകളിലെത്തി. അപ്പോൾ സെക്യൂരിറ്റി പാസ്സൊക്കെ കാണിച്ചിട്ട് നമ്മൾ നേരെ ഡാമിലേക്ക്. കണ്ടല്ലോ, വെള്ളം കുറവാണ്. വെള്ളം ഉള്ള സമയത്തൊക്കെ ഇതെല്ലാം ഫുള്ള് നിറയെ വെള്ളമായിരിക്കും. ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. ഇതാണ് നമ്മൾ തെന്മല ഡാമിൻ്റെ വ്യൂ. വെള്ളമുള്ള സമയത്ത് അടിപൊളിയാണ് കേട്ടോ. കാരണം നല്ല ആ വെള്ളത്തിൻ്റെ ഇരപ്പും നല്ല സൗണ്ടൊക്കെ അടിപൊളിയാണ്. നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഇതുവഴി നമ്മൾ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് നേരെ ആ റോഡിൽ ചെന്ന് ഇറങ്ങാം. പിന്നെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇറങ്ങി പോകാം. ഇങ്ങനെ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് കഴിക്കാം. നേരെ ചെല്ലുന്നത് ആ റോഡ് സൈഡിലൊക്കെ ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ ഉണ്ട്. അതൊക്കെ മേടിച്ച് നമുക്ക് കഴിച്ചുകൊണ്ട് നമുക്ക് വരാം. അങ്ങനെ കുറേ ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ നടന്നത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി. അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇരുന്നത്. പിന്നെ കുറച്ചൊക്കെ എടുത്ത് ഞാൻ മൊബൈലിൽ കിടന്നുകൊണ്ട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും. Okay.